നമസ്കാരം. ജിയോ ഇന്റലിജൻസ് വിവരശേഖരണത്തിന് വേണ്ടി അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി പദ്ധതിയിടുന്നതായി അറിയിച്ചിരിക്കുകയാണ് ISROയുടെ ചെയർമാനായ എസ് സോമനാഥ്. IIT ബോംബെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കവേ ആയിരുന്നു ചെയർമാന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന അറിയിപ്പ് ഉണ്ടായത്. ഒരു രാജ്യത്തിന്റെ അതിർത്തികളും സമീപ പ്രദേശങ്ങളും ഒക്കെ നിരീക്ഷിക്കാൻ ബഹിരാകാശ പേടകങ്ങൾക്ക് ഇപ്പോൾ തന്നെ കഴിയുന്നുണ്ട്. ഇതെല്ലാം ഉപഗ്രഹങ്ങളിൽ കാണാനും സാധിക്കും. ഈ കഴിവ് നമുക്ക് വലിയ സാധ്യതകൾ സമ്മാനിക്കുന്നുമുണ്ട്. ഇതിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ പരീക്ഷിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ISRO ആഗ്രഹിക്കുന്നത്. കാരണം രാജ്യത്തിന്റെ ശക്തി എന്തെന്നാൽ ചുറ്റും നടക്കുന്നതെല്ലാം മനസ്സിലാക്കുക എന്ന കഴിവാണ് എന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുകൂടി ISROയുടെ ചെയർമാൻ കൂട്ടിച്ചേർക്കുന്നു. അതായത് ഇന്ത്യയുടെ സ്വന്തം സൈന്യത്തിന്റെയും മറ്റ് ശത്രു സൈനികരുടെയും നീക്കങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശം ചിത്രീകരിക്കാനും ഒക്കെ ശേഷിയുള്ള ഉപഗ്രഹങ്ങളുടെ ഒരു ലെയർ തന്നെ വിവിധ ഭ്രമണപഥത്തിൽ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്നുള്ള സംവിധാനങ്ങളുടെ ഒരു 10 ഇരട്ടിയെങ്കിലും വികാസമാണ് നിലവിൽ ISRO ഈ ഒരു മേഖലയിൽ ലക്ഷ്യം വെക്കുന്നത്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനെയും ചൈനയും സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു നീക്കം വലിയ തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി നിരീക്ഷിക്കാൻ ഇതോടുകൂടി ഇന്ത്യക്ക് സാധിക്കും. അങ്ങനെ ജിയോ ഇന്റലിജൻസ് മേഖലയിൽ കൂടി രാജ്യം പുതിയ ഒരു ചുവടുവയ്പ് നടത്താൻ ഒരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.